തകർച്ചകളുടെയും കണ്ണുനീരിന്റെയും നടുവിൽ നിങ്ങൾ തനിച്ചാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ തോന്നുന്നുണ്ടോ? എങ്കിൽ കാൽവരിയിലെ ക്രൂശിതനിലേക്ക് ഒന്ന് നോക്കുക. അവിടെയാണ് നമ്മുടെ മുറിവുകൾക്കുള്ള ശാശ്വതമായ സൗഖ്യം ഒളിഞ്ഞു കിടക്കുന്നത്. ഈശോയുടെ പീഡാസഹനങ്ങൾ കേവലം ഒരു ചരിത്ര സംഭവമല്ല, മറിച്ച് നമ്മുടെ ആത്മീയവും മാനസികവുമായ വേദനകളെ ഏറ്റെടുത്തതിന്റെ പരമമായ സ്നേഹബലിയാണ്. പാവക്കറകളിൽ നിന്നും നിരാശയുടെ അന്ധകാരത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ അവിടുന്ന് ആ തിരുമുറിവുകളിൽ നിന്ന് കരുണയുടെ ഉറവ ഒഴുകി. ആ കുരിശിന്റെ നിഴലിൽ ചേക്കേറുമ്പോൾ ഭാരമുള്ള ഏത് ഹൃദയത്തിനും ദിവ്യമായ ശാന്തി കൈവരുന്നു. കർത്താവിന്റെ സഹനം നമ്മുടെ തകർച്ചകളെ പ്രത്യാശയുടെയും പ്രകാശത്തിന്റെയും പുത്തൻ പുതിയ പുരരുകളാക്കി മാറ്റുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ ഭാരമായി തോന്നുമ്പോൾ അത് ക്രിസ്തുവിനോട് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്ന സ്നേഹത്തിന്റെ രഹസ്യമാണ് എന്ന് തിരിച്ചറിയുക. ഈശോ കുരിശിലേറ്റിയ ഓരോ വേദനയും നമുക്ക് ജീവനും രോഗശാന്തിയും നൽകാനായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. ദുഃഖത്തിന്റെ താഴ്വരകളിൽ പതറാതെ അവിടുത്തെ തിരുപ്പാടുകളിൽ അഭയം തേടുന്നത് വഴി നമുക്ക് ആത്മീയ ശക്തി വീണ്ടെടുക്കാം. കാൽവരിയിലെ ആ വലിയ ത്യാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മരണത്തിനപ്പുറം ഉത്ഥാനത്തിന്റെ മഹത്വം ഉണ്ട് എന്നാണ്. സഹനങ്ങളെ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ഈശോ നമ്മുടെ തളർച്ചകളെ മാറ്റി ആന്തരിക സൗഖ്യം നമുക്ക് പ്രദാനം ചെയ്യുന്നു. അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ച് നമുക്കും കുരിശിനെ പ്രത്യാശയോടെ ചുംബിക്കാം. സഹനമാണ് രക്ഷ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.